ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം പുറപ്പാട് പുസ്തകം 21 അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ, യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിന്റെയോ കട്ടളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് ഒരു സൂചി കൊണ്ട് അവന്റെ കാത് കുത്തിത്തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് ഇസ്രായേലില് അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്നു. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാല് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് 6 വർഷക്കാലം ഈ എബ്രായ ദാസൻ തന്റെ യജമാനനെ സേവിക്കണം. 6 വർഷം കഴിഞ്ഞാല് 7-ാം വർഷം ശബത്താണ്ടാണ്. ഈ 7-ാം വർഷത്തില് ഈ ദാസനെ യജമാനൻ സ്വതന്ത്രനായി വിട്ടയക്കണം. അവൻ ഏകനായി വന്നുവെങ്കിൽ ഏകനായി മടങ്ങിപ്പോകണം. ഭാര്യയുമായിട്ടാണ് വന്നതെങ്കിൽ ഭാര്യയുമായിട്ട് മടങ്ങിപ്പോകണം. പിന്നീട് ഈ യജമാനന് ഈ ദാസന്റെ മേല് ഒരു അവകാശവും ഉണ്ടായിരിക്കയില്ല. അതുപോലെ ദാസന് യജമാനന്റെ മേലും ഒരു അവകാശവും ഉണ്ടായിരിക്കയില്ല. അവന് സ്വതന്ത്രനായി ലോകത്തേക്ക് കടന്നു പോകാം. എന്നാൽ ചില ദാസന്മാര് ഒരു തീരുമാനമെടുക്കും. 6 വർഷം കഴിഞ്ഞിട്ട് 7-ാം ആണ്ടിൽ യജമാനൻ അവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കുമ്പോൾ അവൻ തീരുമാനിക്കും, എനിക്ക് ഈ യജമാനനെ വിട്ട് പോകേണ്ട, ഈ യജമാനന്റെ കൂടെ എനിക്ക് നിന്നാൽ മതി, ഈ യജമാനനെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഇനിയുള്ള കാലവും ഈ യജമാനന് സേവ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ ദാസൻ തീരുമാനിക്കും. അങ്ങനെയുള്ള ദാസനെ യജമാനൻ കൊണ്ടുപോയി കാതിൽ ഒരു അടയാളം വയ്ക്കും. സൂചി കൊണ്ട് അവന്റെ കാത് കുത്തിത്തുളയ്ക്കും. പിന്നെ ഈ ദാസൻ എന്നും യജമാനന് സ്വന്തമായിരിക്കും. ഈ ദാസന് ഒരിക്കലും ഈ യജമാനനെ വിട്ട് പോകുവാനായിട്ട് സാധിക്കയില്ല. പുതിയ നിയമ വിശ്വാസികളായ നാം പല പല കാരണങ്ങൾ കൊണ്ട് ക്രിസ്തു എന്ന യജമാനനെ സേവിക്കുവാനായിട്ട് തീരുമാനിച്ചവരാണ്. യേശു കർത്താവിന്റെ അടുക്കൽ നമ്മൾ വന്നത് പല പല ആവശ്യങ്ങളുമായിട്ട് ആയിരുന്നിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ കടഭാരം മാറുവാൻ, നമ്മുടെ തലമുറകളുടെ രക്ഷയ്ക്കായിട്ട്, അല്ലെങ്കിൽ രോഗസൗഖ്യത്തിനായിട്ട് യേശു കർത്താവിന്റെ അടുക്കൽ വന്നു, യേശു കർത്താവിനോടൊപ്പം നിന്നു, യേശുവിനെ സ്നേഹിച്ചു, നമ്മൾ മുന്നോട്ട് പോയി. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ വിടുതലുകൾ ഉണ്ടായി, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. ഈ പരിഹാരം വന്നു കഴിയുമ്പോൾ വിശ്വാസികളായ ചിലര് ഈ യജമാനനെ വിട്ട് തങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. സാധാരണ വിശ്വാസികളായിട്ട് തുടരും, അല്ലെങ്കിൽ ലോകത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ ചില വിശ്വാസികളുണ്ട്, ഈ യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്നത് പല ആവശ്യങ്ങളുമായിട്ടായിരിക്കാം, തങ്ങളുടെ ഭൗതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ടായിരിക്കാം. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാലും അവര് കർത്താവിനെ വിട്ട് ഓടിപ്പോകത്തില്ല. ഈ യജമാനനെ തന്നെ സേവിക്കുവാനായിട്ട് തീരുമാനിക്കും. ക്രിസ്തുവിനെ തന്നെ സേവിക്കുവാനും അവന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുവാനും തീരുമാനിക്കും. പൗലോസ് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന്. അതുപോലെ വിശ്വസ്ത ദാസനായി ക്രിസ്തുവിനെ സേവിക്കുവാനായിട്ട് ചിലര് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുന്നവർ ഭൗതിക ജീവിതത്തിലെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും, തലമുറകൾക്ക് വിടുതലുണ്ടായാലും, രോഗസൗഖ്യമുണ്ടായാലും കർത്താവിന്റെ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകുവാനും കർത്താവിന്റെ ഹിതം ചെയ്യുവാനും ആഗ്രഹിക്കുകയും അവനെ പറ്റിച്ചേർന്ന് നിൽക്കുകയും ചെയ്യും. പലപ്പോഴും ഈ യജമാനനായ ക്രിസ്തു നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികള് നമുക്ക് പ്രയാസമായിട്ട് അനുഭവപ്പെടാം, ഭാരമായിട്ട് അനുഭവപ്പെടാം. എന്നാൽ യേശു കർത്താവിനെ പറ്റിച്ചേർന്ന് നിന്നാല് ഈ ഭാരമെല്ലാം അവൻ തന്നെ മാറ്റിത്തരുമെന്ന് വചനം പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മഗ്ദലക്കാരത്തി മറിയ എന്ന ആദ്യത്തെ സുവിശേഷകയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവള് യേശു കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞ ശേഷം യേശുവിന്റെ ശരീരം കല്ലറയിൽ എവിടെ വയ്ക്കുന്നു എന്നൊക്കെ നോക്കിക്കണ്ടിട്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് അതികാലത്തെ അവൾ എഴുന്നേറ്റ് യേശുവിന്റെ ശരീരത്തില് സുഗന്ധവർഗം പൂശുവാനായിട്ട് അവള് കല്ലറയ്ക്കലേക്ക് ഓടി. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, മഗ്ദലക്കാരത്തി മറിയുടെ ഉള്ളില് വീട്ടിൽ നിന്ന് ആ കല്ലറയ്ക്കലേക്ക് ഓടുമ്പോൾ അവളുടെ ഉള്ളിലൊരു ഭാരമുണ്ടായിരുന്നു. യേശുവിനെ അടക്കം ചെയ്യുമ്പോൾ അവൾ കണ്ടതാണ് കല്ലറയ്ക്കൽ ഒരു കല്ല് ഉരുട്ടി വയ്ക്കുന്നത്. അവൾക്ക് ഒരു ഭാരമുണ്ടായിരുന്നു. കല്ലറയ്ക്കൽ ചെന്ന് പരിമള തൈലവും സുഗന്ധദ്രവ്യവും യേശുവിന്റെ ശരീരത്തിലേക്ക് അവള് പുരട്ടുവാനായിട്ടാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ കല്ല് ആര് ഉരുട്ടി മാറ്റും എന്നൊരു ഭാരം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതായി
ലൂക്കോസ് സുവിശേഷകൻ പറയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് തീരുമാനമെടുത്തെങ്കിൽ ഈ നല്ല യജമാനനായ ക്രിസ്തുവിനെ സേവിക്കുവാനും അവന്റെ ശുശ്രൂഷ ചെയ്യുവാനും തീരുമാനമെടുത്തെങ്കിൽ വീട്ടിൽ നിന്ന് കല്ലറയ്ക്കലോളം ഓടുന്ന ദൂരമേ നിങ്ങൾക്ക് ഈ ഭാരം ഉണ്ടാകുകയുള്ളൂ. കല്ലറയ്ക്കൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം ദൈവദൂതൻ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത്. യേശുവിന്റെ മരിച്ച ശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശുവാനാണ് മഗ്ദലക്കാരത്തി മറിയ ഓടിപ്പോയതെങ്കിൽ, അതികാലത്ത് ബന്ധപ്പെട്ട് കടന്നു പോയതെങ്കിൽ, അവിടെ ചെല്ലുന്ന അവൾ കാണുന്നത് ഉയർത്ത ക്രിസ്തുവിനെയാണ്. ഉയർത്ത ക്രിസ്തുവിന്റെ ആദ്യത്തെ സുവിശേഷം അവളെ അറിയിക്കുന്നു. അത് അവള് ശിഷ്യന്മാരെ അറിയിക്കുന്നതായിട്ടും അവിടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളും ശുശ്രൂഷയ്ക്കായിട്ട് ചുവട് വയ്ക്കുന്നത് ചെറിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കാം. നമ്മൾക്ക് ഒരു 10 പേരെയെങ്കിലും മനസാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുവാൻ സാധിച്ചെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാവാം നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇറങ്ങുന്നത്. പലപ്പോഴും ഭാരമുണ്ടാകാം നമുക്ക്. എങ്ങനെ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യും? എനിക്കതിനുള്ള കഴിവില്ലല്ലോ, പരിജ്ഞാനമില്ലല്ലോ. എന്നാൽ ചുവട് വയ്ക്കുന്ന നിങ്ങൾക്ക് കല്ലറയ്ക്കലോളം എത്തുമ്പോൾ മനസ്സിലാകും വൻ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു പ്ലാൻ ചെയ്തിരിക്കുന്നു. കല്ല് ആര് ഉരുട്ടി മാറ്റും എന്ന ഭാരത്തോടെ ചുവട് വെച്ച നിങ്ങൾക്ക് മനസ്സിലാകും ദൈവദൂതൻ ഇറങ്ങി എല്ലാ തടസ്സങ്ങളെയും ഓൺ ദ വേയിൽ മാറ്റിത്തരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെറിയ ചില ശുശ്രൂഷകൾ പ്രതീക്ഷിച്ചെടുത്ത് ഉയർത്ത ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കും. 10 മീനിനെ പിടിക്കുവാൻ ആഗ്രഹിച്ച നിങ്ങൾക്ക് പെരുത്ത മീൻകൂട്ടത്തെ പിടിക്കുന്ന ശുശ്രൂഷക്കാരായിട്ട് മാറുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ ഏൽപ്പിച്ച 5 താലന്തിനെ 10 വർദ്ധിപ്പിക്കുക, 2-നെ 4 വർദ്ധിപ്പിക്കുക. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവരെ വൻ കാര്യങ്ങൾ കർത്താവ് ഏൽപ്പിക്കും. വലിയ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ക്രിസ്തുവിന്റെ സഹായത്തോടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ നല്ല യജമാനനെ വിട്ട് പോകാതിരിക്കുക. ഈ നല്ല യജമാനനെ സേവിക്കുവാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ആ തീരുമാനം നിങ്ങളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കും. ശുശ്രൂഷകൾക്കായിട്ട് തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് പലവിധമായ ഭാരങ്ങൾ ഉണ്ടാകാം. എങ്ങനെ എന്റെ ഭവനം മുന്നോട്ട് പോകും? അല്ലെങ്കിൽ എങ്ങനെ ഞാൻ സമയം ഇതിന് വേർതിരിച്ചു വയ്ക്കും? ഈ മാറ്റിവെക്കുന്ന സമയം എന്റെ ജീവിതത്തിൽ നഷ്ടമാകുമോ? എന്റെ തലമുറകൾക്ക് അത് നഷ്ടമാകുമോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാം. എന്നാൽ നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം 6 വർഷക്കാലം അധ്വാനിച്ച് ജീവിക്കും. പിന്നീട് 6-ാം വർഷം അവര് കൊയ്തു കഴിഞ്ഞാൽ പിന്നെ അവര് വിതയ്ക്കുന്നത് 8-ാം വർഷമാണ്. 9-ാം വർഷത്തിലെ പിന്നെ അവർക്ക് കൊയ്ത്തുള്ളൂ. ഇസ്രായേൽ ജനം ജീവിച്ചിരുന്നത് ദേശത്തിലെ വിളവ് കൊണ്ടാണ് എന്ന് നമുക്ക് അറിയാം. അതാത് വർഷം ലഭിച്ചിരുന്ന വിളവ് കൊണ്ടാണ്, കൊയ്ത്തിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 6-ാം വർഷത്തെ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ 8-ാം വർഷത്തിലാണ് അവര് വിതയ്ക്കുന്നത്. 9-ാം വർഷത്തിലാണ് കൊയ്ത്ത് നടക്കുന്നത്. ഈ 3 വർഷക്കാലം അവരെ പോറ്റി പുലർത്തിയിരുന്നത് യഹോവയായ ദൈവമാണ്. അതുപോലെ പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ ജീവിതം കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ കുറെ സമയം, ജീവിതത്തിലെ കുറെ സമയം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ആ സമയത്തെ നിങ്ങൾക്ക് നഷ്ടമായി കരുതേണ്ടതില്ല. അതിനെ ലാഭമാക്കി തീർക്കുവാൻ, നിങ്ങളെ സമൃദ്ധിയായിട്ട് പോറ്റി പുലർത്തുവാനും അനുഗ്രഹിക്കുവാനും കർത്താവ് ഒരുക്കമാണ്. ഈ ഒരു വിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ നല്ല യജമാനനോട് കൂടെ മരണം വരെയും ചേർന്ന് നിന്ന് അവന്റെ ശുശ്രൂഷകളെ ചെയ്യുവാനായിട്ട് തീരുമാനിക്കാം. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.